വേറെ ഒരു സാധനം നിങ്ങൾ തപ്പി കൊടുക്കണം. മുഴഞ്ഞു ഈ സോള് അതെ, ഈ സോള് ഇപ്പൊ അറിയാൻ ഞെക്കില്ല. ഈ സോള് ഞെക്കി ഇടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ലെവൽ കണ്ടോ, ഈ ലെവല് നിങ്ങളുടെ ലൈവിന് കാണാൻ വേണ്ടി മാത്രം സെലക്ട് ചെയ്തത്. അതാണ് ഇതിനകത്തുള്ളത്. നമ്മളിപ്പോൾ ഞാനിപ്പം ഇതാ സബിന്റെ മെട്രിക്സിനകത്ത് അത് ഞെക്കുന്നു. ഈ സോളോ എന്ന് പറഞ്ഞാൽ ക്യൂ ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം സാധനം തന്നെ. ഇതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടോ ഈ MC എന്ന് പറയുന്നത് സബ. അതിനകത്ത് താഴെ എഴുതിയിട്ടുണ്ട് സബ. എല്ലാം ചെറുതായിട്ട് അത് വരുന്നത്. അതാണ് മെട്രിക്സ് സബ്. നമ്മളിത് മുറിക്കണ്ടേ ബ്ലാങ്ക് ആണ്, അവിടെ ഒന്നും ഇല്ല. ആ ചാനൽ ചുമ്മാ ഒന്നും ഇല്ല അതിനകത്ത്, ആ സ്ക്രീനിലൊന്നും ഇല്ല. ഓക്കെ, അപ്പം അതാണ് ഇവിടുത്തെ സെറ്റ്. അപ്പം ഈ സെറ്റിംഗ് ഇത് നമ്മൾ ഇവിടെ വരെ പറഞ്ഞു. ഇനി എന്തോ ഇങ്ങോട്ട് ഇനി അടുത്തത് ഈ ചാനൽ സെലക്ട് ചെയ്തു. ഇപ്പൊ പാട്ടുകാർക്ക് വേണം, ഡ്രം ഇനിയർ വേണം, അവരുടെ ചെവിക്ക് വേണം, ഇവർക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഈ ചാനൽ സെലക്ട് ചെയ്തിട്ട് സെൻസ് ഓൺ ഫേഡേഴ്സ് വെക്കുക. ഇപ്പൊ ഇവിടെ കണ്ടോണം, ഇപ്പൊ ഇത് കിടക്കുന്ന മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഓവറോൾ ഇവരുടെ ചെവിയുടെ കൺട്രോൾ അല്ലാതെ ഇതിന്റെ ഓവറോൾ അൺമ്യൂട്ട് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ എന്ത് മ്യൂട്ട് അടിച്ചിട്ട് നിങ്ങൾ എന്ത് കാണിച്ചാലും അവരുടെ ചെവിയിലോട്ട് പോവില്ല. അതുകൊണ്ട് ഓൾവേസ് ഇത് ഡീഫോൾട്ട് അൺമ്യൂട്ടാ. പക്ഷെ ഇൻ കേസ് അവർ കേൾക്കുന്നില്ല, ആദ്യം വന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടത് നോക്കേണ്ടത് ബസ് 1-ന്റെ മാസ്റ്റർ മ്യൂട്ടാണോ അൺമ്യൂട്ടാണോ, രണ്ടാമത് അവരുടെനകത്ത് സൗണ്ട് ഉണ്ടോ ഇല്ലയോ നോക്കുക. അത് ഞെക്കിക്കഴിഞ്ഞ് സെൻസ് ഓൺ ഫേഡേഴ്സ് നീക്കുക. ഇപ്പം ഡ്രം എടുത്തിട്ട് സെൻസ് ഓൺ ഫേഡേഴ്സ് നീക്കുക. ഓരോ ചാനലിലോട്ട് അങ്ങോട്ട് പോകേണ്ടത് കയറ്റിവിടുക. ഇതേ ഉള്ളൂ ഈ ഒരു 7 ലെവൽ സെക്ഷൻ. ഇത് ഇന്നിയർ സെക്ഷനായി. ഇന്നിയറും അതിന്റെ താഴോട്ട് അടുത്ത അല്ല അതിന്റെ അടുത്ത് ഇത് അല്ല ഒരു സെക്കൻഡ്, ഇതിനകത്ത് തന്നെ ഒരു കാര്യം പറഞ്ഞു. ഇതിനകത്തിപ്പോ ഇത് എന്തോ നിനക്ക് ഇവിടെ എന്ത് വായിച്ചത് ഇതെന്തോ എഴുതിയിരിക്കുന്ന ചാനൽ 1 ബസ് 1. അപ്പം MV1 തന്നെ മെയിൻ വോക്കൽ 1, മെയിൻ വോക്കൽ 2, സബ് വോക്കൽ 1, 2 ഇല്ലയോ? അപ്പൊ ഇതുവരെ മെയിൻ വോക്കൽ 1 2 3 MV1 2 3. ഓക്കെ, അപ്പൊ ഇപ്പൊ അനുരാജ് ആന്ന് വെച്ചോ. അനുരാജ് അപ്പൊ പറയുവാ എനിക്ക് എന്താ കീബോർഡ് കൂടുതൽ വേണം എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ എന്തോ ചെയ്യും? കീബോർഡ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീ ചെയ്യുന്ന പോലെ ചെയ്ത് ഒന്ന് കാണിച്ച് എന്തോ ചെയ്യുന്നു? സെലക്ട് ചെയ്യുക, സെൻസ് ഫേഡർ ചെയ്യുക, അനുരാഗിന്റെ MV1 അല്ല റോങ്. MV1 സെലക്ട് ചെയ്യണ്ട, അവൻ MV അനുരാഗിന് വേണ്ടിയത് കീബോർഡാണ്. ഇത് കീബോർഡാണോ? ഇത് കീബോർഡ്. നീ രണ്ടെണ്ണം കൂട്ടി. ഓക്കെ, ഇതെന്താ കൂട്ടിയ? അത് ഇവിടെ 2 ചാനലുണ്ടെന്ന് ഇവിടെ വരത്തില്ല, ഇവിടെ ഒറ്റ. വേറൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ അല്ലെങ്കിൽ അനുരാജിന് എന്തൊക്കെയാ പോകുന്നതെന്ന് നിനക്ക് അറിയണമെങ്കിൽ ഇത് ചെയ്തിട്ട് ഇപ്പൊ അനുരാജിന്റെ ചാനൽ സെലക്ട് ചെയ്തു വെച്ചോ. അപ്പൊ ഇത് കണ്ടോ ഇത്രയും സാധനം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ 2 കാര്യമുണ്ട്. ഇപ്പൊ ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് സെൻസ് ഓൺ ഫീഡ്, ഇതിനകത്ത് ഒരു കാര്യം കണ്ടോ, ചാനൽ 1 ആരോ മാർക്ക് 2 ബസ് കണ്ടോ, ഓരോ ബസ് നമ്പർ കിടപ്പുണ്ട് ഇവിടെ. ഇപ്പൊ കലപജം പറഞ്ഞ സെയിം സാധനം ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഇപ്പൊ ഇവിടുത്തെ നോക്കണം, ഇങ്ങോട്ട് മാറും. ഇത് കണ്ടോ, ചാനൽ 1 ഗോസ് ടു ബസ് 1. അപ്പം ഈസി പണി. അനുരാഗിന് വേണം കീബോർഡ് വേണം, ഗിറ്റാർ വേണം, ഇപ്പം മൾട്ടിപ്പിൾ സാധനം വേണമെന്ന് പറഞ്ഞാൽ ആ ചാനൽ സെലക്ട് ചെയ്യുക, സെൻസ് ഓൺ ഫീഡേഴ്സിലേക്ക് ഇവിടോട്ട് പേജുകളെല്ലാം മാറും. ഏതാ വേണ്ടത് ഒറ്റയടിക്ക് അവർക്ക് അങ്ങോട്ട് കയറ്റി വിടും. മനസ്സിലായില്ല ചോദിക്കണം, പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ അറൗണ്ട് ചെയ്യാം. നിനക്ക് ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആളുടെ ചാനൽ സെലക്ട് ചെയ്തിട്ട് ഓരോന്നും ഈ ഇത് കൂട്ടാം. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഈസി ആയിട്ട് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇത് പോയിട്ട് അവന്റെ മോണിറ്റർ ബസ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇപ്പൊ എനിക്ക് കാണാം എന്തൊക്കെയാ അനുരാജിന് പോകുന്നതുള്ളൂ. ഇപ്പൊ ഇൻസ്ട്രുമെന്റിനകത്ത് ഇത്ര ഇൻസ്ട്രുമെന്റ് പോകുന്നുണ്ട്, ആ പോകുന്ന ഓരോ ഇൻസ്ട്രുമെന്റിന്റെ ലെവൽ ഇത്രയുമാ. വോക്കൽസിനകത്ത് ഒന്നും പോകുന്നില്ല. ഇത് വോക്കൽ അല്ലയോ? എന്നാ വോക്കൽ ഇത്രയും പോകുന്നുണ്ട്. ഇൻസ്ട്രുമെന്റിനകത്ത് ഈ ലെവലിലാണ് ഇൻസ്ട്രുമെന്റ് പോകുന്നത്. അപ്പൊ എന്റെ പറയാം എനിക്കിപ്പോ വേറൊരാളുടെ ഇത്ര കുറച്ച് കൂട്ടാൻ ഇവിടുന്ന്. പക്ഷെ പിന്നെ ഞാൻ പറയും ഈ ബട്ടൺ ഒത്തിരി സെൻസിറ്റീവാ. എന്തെങ്കിലും ചെറുതായിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുവാന്നുള്ളത്. നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവണം. ഓക്കെ, ഞാനൊന്ന് ചെയ്യട്ടെ. നമുക്കിപ്പോൾ അനുരാജിനോട് പറയുക എനിക്ക് MV2 അതായത് ഇപ്പം മനുപാട് അതിന് സൗണ്ട് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുരാഗിന്റെ ഇതിനകത്ത് പോവുക, ചെവിയിൽ പോവുക. MV2 രണ്ട് രീതി ചെയ്യാം. നീ രണ്ട് രീതിയിലും കാണിച്ചാ. MV1 ഞാൻ സെലക്ട് ചെയ്തു, സെൻസ് ട്രാൻസ്ഫർ. എന്നിട്ട് എന്തോ കൂട്ടാൻ വന്ന മനുവിനെ കൂട്ടാൻ പോകുന്നു. മനുവിന്റെ നീ പറഞ്ഞു കൊടുക്കാം. രണ്ട് രീതി ചെയ്യാം. ഫസ്റ്റ് വേ നീ കാണിക്കുക. ഇത് കൂട്ടും. ഇത് സെലക്ട് ചെയ്യണം.
അല്ല ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഈ ചാനൽ മറ്റേത് എളുപ്പം. അച്ഛൻ പറഞ്ഞ എളുപ്പം. അനുരാഗ് പറയുക, അനുരാഗ് ചേട്ടന്റെ ഹെഡ്ഫോണിനകത്തോട്ട് മനു ചേട്ടന്റെ സൗണ്ട് കൂട്ടണം എന്ന് പറഞ്ഞാൽ നേരെ വരുന്നത് ഫസ്റ്റ് ഈസി പരിപാടി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടിലും ഇവിടുന്ന് ഈ ചാനൽ സെലക്ട് ചെയ്തിട്ട് സെൻസ് ഓൺ ഫീഡേഴ്സ് എടുത്ത് അനുരാഗൻ അനുചേട്ടന്റെ സൗണ്ട്. മറ്റേതെന്ന് പറയുന്നത് ഈ ചെയ്ത യൂഷ്വലി ഇൻസ്ട്രുമെന്റ്സിന്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്ട്രുമെന്റ് വൈസ് ഇപ്പം എല്ലാവർക്കും ഡ്രം വേണമെന്ന് പറഞ്ഞു, അത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരുടെ ചെവിയിലോട്ട് ഒറ്റയടിക്ക് അയക്കാം. അതാണ് അതിന്റെ ഒരു ടെക്നിക്. ഇൻസ്ട്രുമെന്റ് ഈ സൈഡിൽ അങ്ങോട്ടും ഇത് വരുമ്പോൾ ഫുള്ള് നമുക്ക് ഒറ്റ പേജ്. മറ്റേതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പേഴ്സൺ. ഇപ്പം വയലിൻ ആദ്യമായിട്ട് വായിക്കാൻ പോവാ, എല്ലാവരുടെ ചെവി കേൾക്കണം. അപ്പൊ അവിടെ വയലിൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും ചെവിയിലോട്ട് കേൾക്കും. പക്ഷെ വയലിനിസ്റ്റ് പറയുക അച്ഛനോട്, എനിക്ക് പാട്ടുകാരും കേൾക്കുന്നില്ല, എനിക്കൊന്നുമില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വിളിക്കും. അവിടെ ഇയർ പോയി. പക്ഷേ ഇത് അവന്റെ ഇന്നിയറാണ്, ഇത് അവന്റെ വോക്കൽ. അവർ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ഇൻപുട്സാ ഇത് ഔട്ട്പുട്സാ. ഓക്കെ, യാത്രവാദമാണ്. കുറച്ച് ടൈം എടുക്കും. കുഴപ്പമില്ല, ഈ വീഡിയോ 4 തവണ കാണുമ്പോൾ ശരിയാവും. അതിനകത്ത് അല്ല ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇത് വേറൊരു പരിപാടിയും കൂടെ ചെയ്യും. പക്ഷെ അടുത്ത ആഴ്ച എന്താണ് പറയാം, റെക്കോർഡ് ചെയ്യും. ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു ഫയൽ സെഷൻ ഉണ്ടാക്കും. അടുത്ത ഞായറാഴ്ച റെക്കോർഡ് ചെയ്തിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യാനോട് സീൻ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു